തീർച്ചയായും എൻ്റെ അടക്കം അക്കൗണ്ട് ഇതിനായിട്ട് ദുരുപയോഗം ചെയ്തു. അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇവരോട് അത് പലതവണ പറഞ്ഞതുമാണ്. ആ ഡെപ്പോസിറ്റ് അടക്കം തിരിച്ചു ചോദിച്ചതുമാണ്. എത്ര റുപ്യാണ് താങ്കളുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ നിക്ഷേപിച്ചത്? എൻ്റെ അക്കൗണ്ടിലേക്ക് 3,00,000-ൻ്റെ അടുത്ത് നിക്ഷേപിച്ചിട്ടുണ്ട്. സമാന രീതിയിൽ അവിടുത്തെ നിരവധി സ്റ്റാഫിൻ്റെ അക്കൗണ്ടിലേക്കും ഇതേപോലെ വയനാട്ടിൽ ഡെപ്പോസിറ്റ് വന്നിട്ടുണ്ട്. പ്രവർത്തിക്കുന്ന ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിക്കെതിരെ ഗുരുതരമായ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ്. അവിടെ പണം വഞ്ചിക്കപ്പെട്ട നൌഷാദ്. വലിയ രീതിയിൽ കള്ളപ്പണ ഇടപാട് ഇവിടെ നടന്നുവെന്നാണ് നൌഷാദിൻ്റെ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. നൌഷാദ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഇത്തരത്തിലൊരു ഗുരുതരമായ വെളിപ്പെടുത്തൽ നടത്താനുണ്ടായ സാഹചര്യം? ബ്രഹ്മഗിരി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി പാതിരിപ്പാലം ഓഫീസിലെ ജീവനക്കാരനായിരുന്നു ഞാൻ. അവിടുത്തെ ജീവനക്കാരനായിരിക്കുന്ന സമയത്താണ് സുൽത്താൻ ബത്തേരി മുൻ MLA കൃഷ്ണപ്രസാദ്, പാർട്ടിയുടെ മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കുറച്ച് ആളുകളും എല്ലാവരും കൂടെ ചേർന്ന് എൻ്റെ അടുത്തുനിന്ന് കുറച്ച് ഡെപ്പോസിറ്റ് ആവശ്യപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു 3 ഘട്ടങ്ങളിലായിട്ട് ഒരു 14 ലക്ഷം രൂപ ഇവർക്ക് ഡെപ്പോസിറ്റായിട്ട് കൊടുത്തിരുന്നു. അത് പാർട്ടിയുടെ പൂർണ്ണ സംരക്ഷണം നൽകാമെന്നും എല്ലാവിധ ഗ്യാരണ്ടിയും വാഗ്ദാനം ചെയ്തിട്ടാണ് ഈ 14 ലക്ഷം രൂപ ഞാൻ അവിടെ ജീവനക്കാരനായിരിക്കുന്ന സമയത്ത് ഡെപ്പോസിറ്റായി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അവിടെ ചില ക്രമക്കേടുകളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ പണം തിരിച്ചു ചോദിച്ചു. പലതവണ തിരിച്ചു ചോദിച്ചിട്ടും ഇവർ ഫണ്ട് എനിക്ക് തിരിച്ചു തന്നില്ല. അതിൻ്റെ ഇടക്കാണ് ഒരിക്കൽ കോഴിക്കോട് നിന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ചാക്ക് പണം അവിടെ എത്തിയത്. അത് എൻ്റെ മേശപ്പുറത്താണ് അത് കൊണ്ടുവന്ന് വെച്ചത്. അപ്പോൾ അത് ഞാനായിരുന്നു അത് എണ്ണി തിട്ടപ്പെടുത്തി. അപ്പോൾ അത് ബാങ്കിലടക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ വലിയൊരു എമൗണ്ട് ആയത് കാരണം അത് ഡയറക്റ്റ് ബ്രഹ്മഗിരിയുടെ അക്കൗണ്ടിൽ ക്യാഷായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അത് അവിടെ ഉള്ള ഞങ്ങളെ അവിടെയുള്ള ജീവനക്കാരായ ഒരു 8-9 പേരെ സെലക്ട് ചെയ്ത് അവരുടെ അക്കൗണ്ടിലേക്ക് ക്യാഷായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അതിനുശേഷം അതേ ബാങ്കായ യൂണിയൻ ബാങ്കിൽ നിന്ന് ബ്രഹ്മഗിരിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അന്ന് വലിയൊരു എമൗണ്ട് ആയത് കാരണം ഒരു കൗതുകം എന്നോണം അതൊരു ഫോട്ടോ എടുത്തു വെച്ചിരുന്നു. പക്ഷേ ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൽ 2-3 നോട്ട് കള്ളനോട്ടും കിട്ടിയിരുന്നു. 2000 നോട്ട് കള്ളനോട്ടും കിട്ടിയിരുന്നു. ഈ സംഭവം അന്ന് തന്നെ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ ആരും യാതൊരു നടപടിയും അന്ന് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിലിപ്പോൾ താങ്കളുടെ അക്കൗണ്ടിലൂടെയും ഇത്തരത്തിൽ പണം മാറ്റിയിട്ടുണ്ടോ? തീർച്ചയായും എൻ്റെ അടക്കം അക്കൗണ്ട് ഇതിനായിട്ട് ദുരുപയോഗം ചെയ്തു. അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇവരോട് അത് പലതവണ പറഞ്ഞതുമാണ്. ആ ഡെപ്പോസിറ്റ് അടക്കം തിരിച്ചു ചോദിച്ചതുമാണ്. എത്ര റുപ്യാണ് താങ്കളുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ നിക്ഷേപിച്ചത്? എൻ്റെ അക്കൗണ്ടിലേക്ക് 3,00,000-ൻ്റെ അടുത്ത് നിക്ഷേപിച്ചിട്ടുണ്ട്. സമാന രീതിയിൽ അവിടുത്തെ നിരവധി സ്റ്റാഫിൻ്റെ അക്കൗണ്ടിലേക്കും ഇതേപോലെ ഡെപ്പോസിറ്റ് വന്നിട്ടുണ്ട്. ഏതെങ്കിലും CPM നേതാക്കൾക്ക് ഇത് പങ്കുള്ളതായി താങ്കൾക്ക് വല്ല അറിവുണ്ടോ? ഇല്ല, CPM നേതാക്കൾക്കോ വയനാട് ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കൊന്നുമില്ല. പക്ഷേ ബ്രഹ്മഗിരിയിൽ ഉണ്ടായിരുന്ന കുറച്ച് ഡയറക്ടർ ബോർഡിലെ കുറച്ച് നേതാക്കന്മാർക്ക് ഇതിൽ പങ്കുണ്ട്. കാരണം അവരറിയാതെ എന്തായാലും ഈ ഫണ്ട് അവിടെ വരുത്തില്ല. കാരണം എന്താ വെച്ചാൽ അവരാണ് എൻ്റെ അടുത്തുനിന്ന് ഈ ഡെപ്പോസിറ്റ് അടക്കം മേടിച്ചത്. അവർ പാർട്ടിയുടെ പൂർണ്ണ പിന്തുണയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്തുനിന്ന് ഈ ഫണ്ട് മേടിച്ചത്. പിന്നീട് ഈ ഫണ്ട് തിരിച്ചു ചോദിച്ചപ്പോൾ അവരൊക്കെ കൈമലർത്തുകയാണ് ചെയ്തത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു വെളിപ്പെടുത്തൽ നടത്തി. ഇനിയിപ്പോൾ അന്വേഷണം വന്നാൽ പൂർണ്ണമായി സഹകരിക്കും. തീർച്ചയായും അന്വേഷണം വന്നാൽ പൂർണ്ണമായി സഹായിക്കും. ഇതിൻ്റെ മുമ്പേ ഞാൻ നിരവധി തവണ പരാതി കൊടുത്തതാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വയനാട് ജില്ലാ പോലീസ് സൂപ്രണ്ടിന് കൊടുത്തു, മുഖ്യമന്ത്രിക്ക് കൊടുത്തു, അതിൻ്റെ പുറമെ മീനങ്ങാടി സർക്കിൾ ഇൻസ്പെക്ടർ കൊടുത്തു. പക്ഷേ യാതൊരു നടപടിയും എവിടെ നിന്നും ഉണ്ടായില്ല. ഈ പോലീസിൽ കൊടുത്ത പരാതി ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവരെനിക്ക് മറുപടി തന്നത് AGയുടെ നിയമോപദേശം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ബ്രഹ്മഗിരിക്കെതിരെ കേസെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. അതേപോലെ ജില്ലാ കളക്ടർ കൊടുത്ത പരാതിയിൽ ബെഡ്സ് ആക്ട് പ്രകാരം നടപടി സ്വീകരിക്കണമെന്ന് അന്ന് തന്നെ ജില്ലാ കളക്ടർ ഹോം സെക്രട്ടറി ഓഫീസിനെ വിവരം അറിയിച്ചതുമാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുക എത്ര രൂപയാണ് താങ്കൾക്കിപ്പോൾ ലഭിക്കാനുള്ളത്? ഏതാണ്ട് ഇവർ തരാമെന്ന് പറഞ്ഞ ലാഭവിഹിതം അടക്കം ഏതാണ്ട് 22 ലക്ഷം രൂപയുടെ അടുത്തുണ്ട്. ഈ 14 ലക്ഷത്തിന് പുറമെ ഒരു ഘട്ടത്തിൽ ഇവർ എന്നോട് ഒരു 2 ലക്ഷം രൂപയും കൂടെ അധികം ചോദിച്ചു. കുറച്ച് പ്രതിസന്ധി ഉണ്ട് എന്നും ഈ പ്രതിസന്ധി മാറണം, അവിടുത്തെ മൊത്തം പ്രതിസന്ധി മാറണമെങ്കിൽ താങ്കളൊരു 2 ലക്ഷം രൂപയും കൂടെ തരണമെന്ന്
അന്ന് ആവശ്യപ്പെട്ടത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാരും DYFIയുടെ നേതാക്കളും എല്ലാവരും കൂടെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ വാക്ക് കേട്ട് 2 ലക്ഷം രൂപ കൂടെ ഞാൻ ഇവർക്ക് കൊടുത്തു. അത് ഞാനൊരു ചെക്ക് കൊടുത്ത ഒരു ക്യാഷ് തിരിച്ചു കൊടുക്കാനുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് കൊടുത്തത്. അത് ഞാനിത് കൊടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, വളരെ അടിയന്തരമുള്ള കേസാണ്, തിരിച്ചു തരണം. അപ്പോൾ തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇവർ ക്യാഷ് മേടിച്ച് പോയത്. പക്ഷേ 2 വർഷമായിട്ടും ഇവർ ഈ ക്യാഷ് തിരിച്ചു തരാൻ വന്നപ്പോൾ ചെക്ക് കൊടുത്ത ആൾ എൻ്റെ പേരിൽ കേസിന് പോവുകയും ആ കേസിന് വിധിയായി 3 ദിവസം ഞാൻ റിമാൻഡിലാവുകയും ചെയ്തു. 2 ദിവസം വൈത്തിരി സബ് ജയിലിലും 1 ദിവസം ജില്ലാ ജയിലിലുമായി. അന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്ന സമയത്ത് തന്നെ ഞാൻ പാർട്ടിയുടെ നേതാക്കളെയൊക്കെ വിളിച്ചതാണ്. നിങ്ങൾ എങ്ങനെയെങ്കിലും ആ പൈസ ഒന്ന് തിരിച്ചു തരാൻ പറയണം. എത്ര പറഞ്ഞിട്ട് ഇവരാരും മൈൻഡ് ചെയ്തില്ല. ഇപ്പോൾ വലിയ അന്വേഷണം നടക്കണമെന്നാണ് ഇപ്പോൾ മറ്റ് UDFും അത് കോൺഗ്രസും മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടന BJP അടക്കമുള്ള ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈ വലിയ അന്വേഷണ ഏജൻസികൾ വന്നാൽ അതിനോട് പൂർണ്ണമായി സഹകരിക്കും. തീർച്ചയായും സഹകരിക്കും. കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ വഞ്ചിക്കപ്പെട്ടത് പാർട്ടി പ്രവർത്തകരാണ്. പാർട്ടിയെ വിശ്വസിച്ചാണ് മിക്ക ആളുകളും അവിടെ നിക്ഷേപം നൽകിയത്. അപ്പോൾ വഞ്ചിക്കപ്പെട്ടത് പാർട്ടി പ്രവർത്തകരാണ്. ഇതാരാണ് ഈ തട്ടിപ്പ് നടത്തിയത് എന്ന് ജനങ്ങൾക്ക് മുന്നിൽ എത്തണം. അതിനുവേണ്ടി എല്ലാ സഹായങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ വെളിപ്പെടുത്താൻ റെഡിയാണ്. ഏതായാലും തീർച്ചയായും ഇത്തരത്തിൽ ബ്രഹ്മഗിരിയിൽ പണം നിക്ഷേപിച്ച് ആ പണം തിരികെ ലഭിക്കാത്ത നിരവധി ആളുകളിൽ ഒരാളാണ് നൗഷാദ് എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ഇത്തരത്തിൽ വ്യാപകമായ രീതിയിൽ ഒരു കള്ളപ്പണം വെളുപ്പിക്കൽ ഈ ബ്രഹ്മഗിരിയിൽ നടന്നുവെന്ന് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതിന് തെളിവായി അദ്ദേഹം ചില ഫോട്ടോസുകളും പുറത്തുവിട്ടു. ഏതായാലും അന്വേഷണ ഏജൻസികൾ ഏതു വന്നാലും അതിനോട് പൂർണ്ണമായും സഹകരിക്കുമെന്ന് തന്നെയാണ് നൗഷാദ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്.